പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. കിതാബ് താരീഖിലെ അദ്ദർസു സാലിസ്, മുഹാജിറുകളും അൻസാറുകളും പാഠഭാഗം മനസ്സിലാക്കാം. മുഹാജിറുകളും അൻസാറുകളും മക്കയിൽ നിന്ന് വന്നവരാണ് മുഹാജിറുകൾ. മദീനയിൽ സ്വീകരിച്ചവരാണ് അൻസാറുകൾ. അവർ മദീനയിൽ ഒരു സഹോദരന്മാരെ പോലെ കഴിഞ്ഞു. ഈമാനായിരുന്നു ആ സാഹോദര്യത്തിന്റെ മാനദണ്ഡം. നമുക്ക് അതിന്റെ തദ്രിഭാഗത്ത് നോക്കാം. ഈ സാഹോദര്യം മദീനയിൽ വലിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതൊക്കെ പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കാം. തദ്രിഭാഗത്തിൽ ഉത്തരം എഴുതാം എന്നതിൽ ഒന്നാമത്തെ ചോദ്യം, അൻസാറുകളുടെയും മുഹാജിറുകളുടെയും ഇടയിലുള്ള സാഹോദര്യത്തിന്റെ മാനദണ്ഡം എന്തായിരുന്നു? അവരുടെ മാനദണ്ഡം ഈമാനായിരുന്നു ആ സാഹോദര്യത്തിന്റെ മാനദണ്ഡം. രണ്ടാമത്തെ ചോദ്യം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് ലഭിച്ച അൻസാരി കൂട്ടുകാരൻ ആരായിരുന്നു? സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു ആയിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹു എന്തൊക്കെയാണ് മുഹാജിറിന് പങ്കുവെക്കാൻ തയ്യാറായത്? തന്റെ സമ്പത്തിന്റെ പകുതി അദ്ദേഹം നൽകി. തനിക്ക് 2 ഭാര്യമാരുണ്ട്. അവരിൽ ഒരാളെ വിവാഹം ചെയ്ത് അത് മുഹാജിറിന് വിവാഹം കഴിക്കാൻ അവസരം ഒരുക്കി കൊടുത്തു. അപ്പൊ തൻ്റെ സ്വത്തും തൻ്റെ ഭാര്യയെയും പങ്കുവെക്കാനാണ് തയ്യാറായത്. പിന്നെ അതിൻ്റെ വർക്കിൽ നമുക്ക് ആലോചിച്ച് പറയാനുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ ഈ പാഠഭാഗം മനസ്സിലാക്കിയിട്ട് അതിന് നമുക്ക് മനസ്സിലായ കാര്യം പറയാനാണ്. മദീനയിലെത്തിയപ്പോൾ മുഹാജിറുകളുടെ അവസ്ഥ എന്തായിരുന്നു? മദീനയിലെത്തിയപ്പോൾ മുഹാജിറുകളെ അൻസാറുകൾ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും അവർ പരസ്പരം ഒരു കുടുംബം പോലെ വീടും ഭക്ഷണവും ഒക്കെ പങ്കിട്ട് കഴിക്കുകയായിരുന്നു. അവർക്ക് അൻസാറുകൾ അവരുടെ വീടും ഭക്ഷണവും ഒക്കെ പങ്കിട്ട് നൽകി. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സഹോദരങ്ങളായി. അതൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കി പറയാം. അടുത്തതാ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഓഫർ നിരസിച്ചത്? പകരം അദ്ദേഹം എന്താണ് ആവശ്യപ്പെട്ടത്? അവിടെ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പറയണം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തിന്റെ പകുതിയും തന്റെ ഭാര്യമാരിൽ ഒരാളെ വിവാഹമോചനം ചെയ്യാം, നിങ്ങൾക്ക് വിവാഹം കഴിക്കാം എന്നൊക്കെ നൽകിയപ്പോൾ എന്തുകൊണ്ടാണ് സഅദ് റളിയല്ലാഹു അൻഹു ആ ഓഫർ നിരസിച്ചത് എന്നാണ്. എന്തുകൊണ്ടാണ്? തനിക്ക് കിട്ടിയ അവസരം ചൂഷണം ചെയ്യാതെ അത് ആത്മാഭിമാനത്തോടെ സ്വന്തം ജീവിത മാർഗം കണ്ടെത്താനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതിനായി മദീനയിലെ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി എന്നാണ് സഅദ് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടത്. പിന്നെ മൂന്നാമത്തത്, ഈ ചരിത്രത്തിൽ നിന്നും സമൂഹത്തിന് ലഭിക്കുന്ന 2 നേട്ടങ്ങൾ പറയാൻ. അഭയം തേടി വന്നവരുടെ ദാരിദ്ര്യവും വിവേചനവും ഇല്ലാതായിട്ടുണ്ട്. അഭയം തേടി വരുന്നവർക്ക് തൻ്റെ സമ്പത്തിന്റെ പാതിയും തൻ്റെ കുടുംബം പോലെ, തൻ്റെ ഒരു സഹോദരനെ പോലെ കാണുകയും എല്ലാവരും പരസ്പരം വിവേചനമില്ലാതെ സഹകരിച്ചാൽ സുരക്ഷിതത്വവും വിവേചനവും ഉറപ്പുവരുത്താമെന്ന് ഈ ചരിത്രത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ഗുണപാഠമാണ്. അധ്വാനിക്കാൻ തയ്യാറുണ്ടെങ്കിൽ സ്വന്തമായി അധ്വാനിച്ച് സാമ്പത്തിക അഭിവൃദ്ധി നേടാമെന്ന് കൂടി ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നെ ഇവിടെ മൂന്നാമത്തെ വർക്കായിട്ട് വരുന്നത് ചർച്ച ചെയ്യാനാണ്. അഭയം തേടി വരുന്നവരെ സഹകരിക്കുന്നതിലും അഭയം നൽകുന്നവരോടുള്ള സമീപനത്തിലും ഈ ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠം എന്ത്? അഭയം തേടി വരുന്നവരെ സ്വീകരിക്കുക. അഭയം തേടി വരുന്നവരെ സ്വീകരിച്ചു. മുഹാജിറുകളെ അൻസാറുകൾ സ്വീകരിച്ചു. ഇനി അൻസാറുകൾ സ്വീകരിച്ച ആ സമീപനത്തിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? അത് ചൂഷണം ചെയ്യരുത്. ആ അവസരം അവർ നൽകിയത് സ്വീകരിച്ച് അതുമായി ജീവിക്കരുത്. അതിൽ നിന്ന് കച്ചവടം ചെയ്ത് ആത്മാഭിമാനത്തോടെ സ്വയം ജീവിതമാർഗം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ഗുണപാഠം നമുക്ക് ഈ പാഠഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ഇത്രയാണ്
ഈ പാഠത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അവിടെ പാഠത്തിൽ മദീനയിൽ വന്ന മാറ്റങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വോയിസ് അവസാനിപ്പിക്കാം. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും പറയുന്നതിലൊക്കെ തെറ്റുകളോ എന്തെങ്കിലും എഴുതുന്നതിലൊക്കെ തെറ്റുകളൊക്കെ വന്നേക്കാം. അപ്പോൾ എല്ലാവരും അറിയിക്കണം. നമുക്ക് വീഡിയോ മാറ്റി ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.